Welcome friends, welcome to Masters Academy. Today we are going to discuss fourth part of our chapter repeated multiplication. നമ്മൾ ഓൾറെഡി 3 പാർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ പാർട്ടാണ്. പേജ് നമ്പർ 56 പ്രോബ്ലങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം. 2/3 അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? 2നെ നമുക്ക് 5 ടൈംസ് എഴുതണം. 2 × 2 × 2 × 2 × 2 ഓൾ ഡിവൈഡഡ് ബൈ 3ന് എത്ര പ്രാവശ്യം? 5 വേണം. 5 പ്രാവശ്യം. 3 × 3 × 3 × 3 × 3. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഈ 2നെ നമ്മൾ 3 ഗ്രൂപ്പാക്കും, ഈ 2നെ വേറെ ഗ്രൂപ്പാക്കും. ഇവിടെ താഴെ അങ്ങനെ തന്നെ 3 3നെ ഒരു ഗ്രൂപ്പാക്കും, ഈ 3 3നെ വേറൊരു ഗ്രൂപ്പാക്കും. 2 × 2 × 2 എത്രയാണ്? 2 × 2 നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2⁻3. ദെൻ 2 × 2 എന്താണ്? 4 ആണ്. അതുപോലെ ഇവിടെയും 3 × 3 × 3 3⁻3 × 3 × 3 3 × 3 എത്രയാണ്? 9. 2⁻3 എത്ര നിങ്ങൾക്ക് അറിയാമോ? 2 × 2 × 2 2 × 2 4 4 × 2 8. ദെൻ 8 × 4 3⁻3യോ? 3 × 3 9 9 × 3 27 27 × 9 ഇത്രയും കിട്ടും. ദെൻ 8 × 4 എത്രയാണ്? 32. അതുപോലെ 27 × 9 എത്ര കിട്ടും? 243. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം 3/5 all raised to 4 3/5 raised to 4. നമ്മളിതിനെ എങ്ങനെ എഴുതും? 3 × 3 × 3 × 3 ഡിവൈഡഡ് ബൈ 5നും അതുപോലെ 4 പ്രാവശ്യം. 5 × 5 × 5 × 5. നമുക്കിതുപോലെ തന്നെ ചെയ്യാം. 3 ഗ്രൂപ്പ്, ഇവിടെ 2 ഗ്രൂപ്പ്. അതാണ് ചെയ്യാൻ എളുപ്പം. 3 × 3 × 3 9 3 × 3 9 9 × 3 27 27 × 3. ഇനി 3 3നെ നമ്മൾ 27 എഴുതിയേക്കണേ. അതുപോലെ 5 × 5 25 × 5 × 5 25. 27 × 3 നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുന്ന പറയാം? 81 കിട്ടും. അതുപോലെ 25 × 25 എന്ന് പറയുന്നത് 625. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യമാണ് എന്താണ്? 1/2 raised to 10 എന്ന് പറഞ്ഞാൽ 1 മേലെ 10 പ്രാവശ്യം. അത് എഴുതേണ്ട ആവശ്യമില്ല, 1 തന്നെയാണ്. ദെൻ 2 × എന്നുള്ള എത്ര പ്രാവശ്യം എഴുതണം? 10 പ്രാവശ്യം എഴുതണം. 2 × 2 × 3 3 4 5 6 7 8 9 10 പ്രാവശ്യം. ഇനി നമുക്ക് അറിയാവുന്ന എങ്ങനെയാണ് ഇതിനെ ഗ്രൂപ്പാക്കാം. 3 ഒരു ഗ്രൂപ്പ്, ഈ 3 വേറെ ഗ്രൂപ്പ്, ഈ 3 വേറെ, പിന്നെ ഒരെണ്ണം ഒറ്റയ്ക്കും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 × 2 × 2 എത്രയാണ്? 8 ആണ്. സോ 8. ഇവിടെയും അടുത്ത നമ്പറും 8, അടുത്തതും 8, പിന്നെ ഒരു 2. സോ എന്ത് കിട്ടും? 1 ഡിവൈഡ് ബൈ 8 × 8 എത്രയാണ്? 64. 8 × 2 എത്രയാണ്? 16. സോ 1/64 × 16 എന്ന് കിട്ടും. 64 × 16 എന്ന് പറയുന്നത് 1024 കിട്ടിയ അത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ അല്ലേ? ആ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 × 2 half raised to 3. അപ്പോൾ അത് ഞാൻ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ 2 1/2നെ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ ചെയ്യും? 2 × 2 4 4 + 1 5 2 × 2 4 4 1 5 5/2 ആണെന്ന് കിട്ടും. അറിയാലോ അല്ലേ നിങ്ങൾക്ക്? മിശ്ര ഭിന്നസംഖ്യ ആക്കാൻ അറിയാലോ, പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കാൻ അറിയാലോ. 2 × 2 4 4 + 1 5 5/2 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതണം? 5/2 raised to 3 എന്ന് എഴുതും. എന്ന് പറയുമ്പോൾ 5 × 5 × 5 3 പ്രാവശ്യം 5 5/3 എന്നാണ്. അപ്പം 3 പ്രാവശ്യം 5. ദെൻ 2 raised to 3. അപ്പോൾ എത്ര പ്രാവശ്യം? 2 3 പ്രാവശ്യം. ഓക്കെ, 5 × 5 എത്രയാണ്? 25. അതേ ഇൻറ്റു എന്ത്? 5 ഡിവൈഡഡ് ബൈ 2 × 2 4 4 × 2 എത്ര? 8. അപ്പോൾ എന്ത് കിട്ടും? 25 × 5/8 25 × 5 എന്ന് പറഞ്ഞാൽ 125.
ഡിവൈഡഡ് ബൈ 8. കഴിഞ്ഞോ? ഇല്ല. കാരണം ക്വസ്റ്റ്യനിൽ എന്താണ്, മിശ്രഭിന്ന സംഖ്യയാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഇതിനെ അങ്ങനെ എഴുതണം, ഹരിച്ചെഴുതണം, ഡിവൈഡ് ചെയ്തിട്ട് എഴുതണം. 125 നമുക്ക് 8 കൊണ്ട് ഹരിക്കണം. ഒരു പ്രാവശ്യം 8 ഡിവൈഡഡ് ബൈ 4 5 45. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 40 വരും. 5 ശിഷ്ടം. നമ്മളതിനെ എങ്ങനെ എഴുതണം? കിട്ടിയ ഉത്തരമാണ് ആദ്യം എഴുതേണ്ടത്, 15. പിന്നെ എന്ത് എഴുതണം? താഴെ കിട്ടേണ്ട റിമൈൻഡർ ഹരണം 5/8 എന്ന് വരും. 15 5/8. അതാണ് എന്ത്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാനായിട്ട് മറന്നുപോലെ കേട്ടോ. നമ്മൾ അപ്പം തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ അടുത്ത ചോദ്യമാണ്. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ അല്ല, ഈ ചോദ്യം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ. എന്താണ്? 1.1 ക്യൂബ് ആണ്. അപ്പോൾ 1.1 ക്യൂബ് കണ്ടുപിടിക്കണം. അത് നമ്മൾ അതിന് ആദ്യം ചെയ്യണത് ഈ പോയിന്റ് അങ്ങ് ഒഴിവാക്കണം. ഇപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 11/10 എന്ന് എഴുതും. ഓർക്കാൻ എളുപ്പമാണ്. ഒരു സ്ഥാനം മാറിയാണ് പോയിന്റ് എങ്കിൽ ഒരു 0 ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1.1 ഒരു സ്ഥാനം ഉള്ളൂ, അപ്പോൾ 10 കൊണ്ട് ഹരിക്കണം. ദെൻ ഓൾ റൈസ് ടു എന്ത് 3. ഇതിനെ എങ്ങനെ എഴുതാം? 11 × 11 × 11 3 പ്രാവശ്യം. താഴെ 10 അങ്ങനെ തന്നെ, 10 × 10 × 10. ഇനി ഓരോന്നോരോന്നും ചെയ്യണം. 11 × 11 എന്ന് പറയുന്നത് 121. അതേ × 11 ഡിവൈഡ് ബൈ 10 × 10 × 10. 10 എന്ന് എഴുതരുത്, 1000 പോലെ എഴുതണം. 1000 എന്ന് കിട്ടും. 3 0 അപ്പോൾ 1000. ഇനി 121 × 11. 121 × 11 എന്ന് പറയുന്നത് 1331. അതേ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ താഴെ 3 0 ആണ്, 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ എങ്ങനെ ഇടും? 1.331 എന്ന് കിട്ടും. താഴെ 3 0 ആണ്, 3 zeros ആണെങ്കിൽ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അത്രേ ഉള്ളൂ. അതാണ് ഫസ്റ്റത്തെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് നോക്കിക്കേ, ഏതാണ്? 0.02 റൈസ് ടു 5 ആണ്. അപ്പോൾ 2 സ്ഥാനമാണ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ എന്ത് 2 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതണം. 2 സ്ഥാനം ആയതുകൊണ്ട് 2 0 ഉള്ളത് 100. അതേ റൈസ് ടു 5 എന്ന് പറയുമ്പോൾ 2നെ എത്ര പ്രാവശ്യം ഗുണിക്കണം? 5 ടൈംസ് ഗുണിക്കണം. 3 4 5 ഡിവൈഡഡ് ബൈ 100നെ എത്ര പ്രാവശ്യം? 5 ടൈംസ് ഗുണിക്കണം. ഓക്കെ, ടൈപ്പിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 0.1 റൈസ് ടു 6. അപ്പോൾ 0.1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 1/10 എന്ന് എഴുതണം. ഒരു സാധനം മാറ്റിയാണ്ട് ഒരു 0 ഉള്ളത് 10. അതേ റൈസ് ടു 6. അപ്പോൾ എന്ത് വരും? 1/6 ഡിവൈഡഡ് ബൈ 10/6. 1/6 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഡിവൈഡ് ബൈ 10 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 1 2 3 4 5 6 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് ഇങ്ങോട്ട് എത്ര സാധനം വേണം? 6 എണ്ണം വേണം അല്ലേ? 1 2 3 4 5 6. എന്നിട്ട് ഇവിടെ പോയിന്റ് ഇടും. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. എളുപ്പമാണ് ചെയ്യാൻ. ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. 16ന്റെ ക്യൂബ് തന്നിട്ടുണ്ട്. 16 ക്യൂബ് അറിയാം, 4096. അത് വെച്ച് നമ്മൾ താഴെയുള്ളത് കണ്ടുപിടിക്കണം. എന്തൊക്കെ കണ്ടുപിടിക്കണം? 1.6 ക്യൂബ് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടി ഒരു 1.6 ഒരു സാധനം മാറിയാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ എന്തും കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? പോയിന്റ് കളയണമെങ്കിൽ ഒരു സാധനം ഉള്ളത് 0 കൊണ്ട്, അത് 10 കൊണ്ട് ഹരിക്കണം. റൈസ് ടു ക്യൂബ്. അപ്പം എങ്ങനെ വരും? 16 ക്യൂബ് ഡിവൈഡഡ് ബൈ 10 ക്യൂബ് എന്ന് വരും. 16ന്റെ ക്യൂബ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4096. പിന്നെ 10ന്റെ ക്യൂബാണ്, നമുക്കറിയാം എത്രയാണ്? 1000 ആണ്. അപ്പോൾ എത്ര സ്ഥാനം? താഴെ 3 0 ഉള്ളതാണ്. അപ്പോൾ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 4.096 എന്ന് കിട്ടും. അത്ര എളുപ്പമാണ് അതിൻ്റെ ആൻസർ. താഴെ 3 0 ഉള്ളത് കൊണ്ട് 3 സ്ഥാനം മാറ്റി പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, 0.16 ക്യൂബ്. 2 സ്ഥാനം മാറിയാണ് ഉള്ളത് പോയിന്റ്. അപ്പോൾ എന്ത് ചെയ്യണം? താഴെ എന്തുകൊണ്ട് ഹരിക്കണം? 2 സ്ഥാനം കളി എന്ത് ഹരിക്കണം? 100 കൊണ്ട് ഹരിക്കണം. 16/100 അതിൻ്റെ ക്യൂബ്. 16ന്റെ ക്യൂബ് നമുക്ക് എഴുതാം. 6 ക്യൂബ് ഡിവൈഡഡ് ബൈ 100ന്റെ ക്യൂബ്. 16ന്റെ ക്യൂബ് നമുക്കറിയാം എത്രയാണ്? 4096. 100ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ
എത്ര പൂജ്യം ഉള്ളത് ഇടണം നമ്മൾ? 100 3 പ്രാവശ്യം ഗുണിക്കണം. 100 ഇൻറ്റു 100 ഇൻറ്റു 100. അപ്പോൾ അതെങ്ങനെ വരും? 4096 ഡിവൈഡഡ് ബൈ 1 എത്ര പൂജ്യം? 1 2 3 4 5 6 പൂജ്യം. 1 2 3 4 5 6 പൂജ്യം. അപ്പോൾ 6 പൂജ്യം ആയതുകൊണ്ട് 6 സ്ഥാനം മാറ്റി വേണം പോയിന്റ് ഇടാൻ. 0.004096 എന്ന് കിട്ടും. ഉണ്ടോ? താഴെ 6 പൂജ്യം ആണെങ്കിൽ ഇവിടെ മേലത്തെ എങ്ങനെ വരും? 6 സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞിട്ട്. 1 2 3 4 5 6 കിട്ടിയ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടിയാണ് ഉള്ളത്. ഏതാണ്? 0.016 ക്യൂബ്. അതും കൂടി ചെയ്യുമ്പോഴത്തേക്കും അത് കഴിയും. എന്താണ്? 0.016 ക്യൂബ്. നമുക്ക് 3 സ്ഥാനം മാറിയാണ് പോയിന്റ് ഉള്ളത്. 3 പോയിന്റ് ഇപ്പുറത്ത് 3 സ്ഥാനങ്ങളുണ്ട്. 1 2 3. അപ്പോൾ എന്തുകൊണ്ട് ഹരിക്കണം? 3 പൂജ്യമുള്ള കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ഏതാണ്? 1000 ആണ്. അപ്പോൾ 16 ഡിവൈഡ് ബൈ വരും. ഇനി അതിൻ്റെ ക്യൂബ് ഇടണം. 16 നമുക്ക് ക്യൂബ് ഇടണം, 1000 നമുക്ക് ക്യൂബ് ഇടണം. 16 ക്യൂബ് നമുക്ക് അറിയാം എത്രയാണ്? 4096. 1000 3 പ്രാവശ്യം ഗുണിക്കണം. 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000. അപ്പോൾ എങ്ങനെ വരും? 4096 ഡിവൈഡഡ് ബൈ എത്ര പൂജ്യം? 3 3 6 3 9 പൂജ്യം. 1 2 3 4 5 6 7 8 9 zeros. അപ്പോൾ ഇനി എത്ര സാധനം മാറ്റി പോയിന്റ് ഇടണം? 9 പൊസിഷന്മാർ പൂജ്യം ഇടണം. ഓൾറെഡി 4 ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 5 zeros മുമ്പിലിടണം. പോയിന്റ് 1 2 3 4 5 5 zeros, then 4096. ഇത്രയും ഒരു നമ്പറാണ് നമുക്കത് കിട്ടുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ചോദിക്കുക. ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നിങ്ങളുടെ 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയും അതുപോലെ ഒത്തിരി സബ്ജക്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.